ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം കൂടെ കാണിക്കാൻ ആഗ്രഹിക്കുവാണ്. സാധാരണ നമുക്ക് ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നത്, രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കാണുന്നെങ്കിൽ ഇപ്പോൾ വേണ്ട ഹിറ്റാച്ച് JCBക്ക് ഡീസൽ ഒഴിച്ചു കൊടുക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുമുണ്ട്. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സിവിൽ ഡിഫൻസ് ടീമംഗങ്ങൾ, അതിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഗ്ലൗസ് ഇട്ട് നിൽക്കുന്ന എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, പത്തനംതിട്ടയിലെ ബിജു കുമ്പഴയാണ്. അദ്ദേഹം ഉൾപ്പെടെ സിവിൽ ഡിഫൻസ് ടീമംഗങ്ങൾ അടൂർ യൂണിറ്റിൻ്റെ ഭാഗമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ ഡീസൽ ഇവിടെ മാത്രമല്ല, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഓഫീസോട് ചോദിക്കാം. സർ, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഫയർഫോഴ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് അനുസരിച്ച് എല്ലാ ഇറ്റാച്ച് എക്സ്കവേറ്റർ മുഴുവൻ എക്യുപ്മെൻസുകൾക്കും ബാധിത പ്രദേശത്തെ എല്ലാ സ്പോട്ടുകളിലേക്കും ഡീസൽ നമ്മളാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അനുസരിച്ച്, അതായത് എവിടെയാണോ ഹിറ്റാച്ചിയും ഫയർഫോഴ്സ് അവിടേക്ക് കിട്ടും. ഏത് സ്പോട്ടിലാണെങ്കിൽ നമ്മൾ മലയുടെ മുകളിലാണെങ്കിൽ അവിടേക്ക് എത്തിക്കും. കൺട്രോൾ റൂമിൽ വിവരനുസരിച്ചിട്ട് ഡീസൽ എത്തിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്? അതെ, നമ്മൾ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു കാര്യമാണ്. നമ്മൾ തീയണയ്ക്കുകയും വെള്ളപ്പൊക്കം രക്ഷപ്പെടുത്താൻ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ടല്ലേ? അതെ. തീർച്ചയായിട്ടും ഈ JCBയുടെ കാര്യം പറയുമ്പം തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓണേഴ്സ് ഇല്ലേ, ഉടമസ്ഥരോട് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് സൗജന്യ സേവനം വന്നതല്ലേ? മനു പരിചയപ്പെടേണ്ട ഒരു കൂട്ടർ സൗജന്യമായി JCBയുടെ എത്ര ഹിറ്റാച്ചുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പം 35ഓളം ഹിറ്റാച്ചുകൾ ഇവിടെ ഉണ്ട്. മലപ്പുറം ജില്ല, കോറി ഓണേഴ്സ്, കോഴിക്കോട് ജില്ല, ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹിറ്റാച്ചുകൾ വന്നത്. കോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നത്തെ കൺട്രോളിങ് ഞങ്ങൾക്കാണ് അതിൻ്റെ ഇതുള്ളത്. ഡീസൽ ഞങ്ങളെ ഇതിൻ്റെ ഓപ്പറേറ്റർമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എല്ലാ ചിലവും ഞങ്ങളിവിടെ, ട്രാൻസ്പോർട്ടിങ് ചിലവ് വരെ ഞങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത്. പിന്നെ ഇവർ ഇപ്പോൾ ഡീസൽ ഇവിടെ നിന്ന് തരും. പിന്നെ അവർക്കുള്ള അക്കോമഡേഷന്, ഫുഡ് എല്ലാം ഇവിടുന്ന് പിന്നെ റവന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തും നല്ല സഹകരണം തന്നെയാണ്. സർക്കാരിൻ്റെ നല്ല സഹകരണം തന്നെ. സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹകരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഡീസലും കാര്യങ്ങളും തരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. അതെ, നടന്ന ഉടനെ തന്നെ ഇവിടെ ഒന്നും റോഡ് വരെ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതൊക്കെ ഇറ്റാച്ചികൾ വന്നിട്ടാണ് റോഡ് വെട്ടി. ദിവസം ഞങ്ങൾ വന്നിട്ടാണ് ഇവിടെ റോഡ് വെട്ടി മുകളിൽ വരെ ബോഡികൾ ഞങ്ങൾ ഇറ്റാച്ചി തെരഞ്ഞിട്ട് എടുത്ത് അതിനുള്ള സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.